പതിവിലും കുറച്ച് നേരം വൈകിട്ടാണ് ഇന്ന് നമ്മൾ എണീച്ചത് തന്നെ. ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് നമ്മളെ കസ്റ്റമറായ ഒരു കാക്കയുണ്ട്. ആ കാക്ക കുറെ ദിവസമായി ചോദിക്കുന്നു കുറച്ച് ഈത്തപ്പഴം കൊണ്ടു തരുമോ. അപ്പൊ ഇന്ന് എന്തായാലും അത് കൊണ്ടു കൊടുത്തിട്ടാണ് കാര്യം നമ്മളും. ഈ മരത്തിൽ നമ്മൾ നോക്കുമ്പോൾ അത് പഴുത്ത് ആ വലക്കുള്ളിൽ വല്ലാതെ ബലം പിടിച്ചിട്ടുണ്ട്. അപ്പൊ കൊടുക്കുമ്പോൾ എന്തായാലും നമ്മൾ നല്ലതിന് കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ നേരെ അടുത്ത മരത്തിലേക്ക് ഇവിടെ നോക്കുമ്പോൾ നല്ല ഫ്രഷ് സാധനം ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ അത് പഴുത്തിട്ടില്ല. കുറച്ച് ഒരു 1-2 ആഴ്ചക്കുള്ളിൽ അതും പഴുക്കും. എന്തായാലും വേണ്ടിയില്ല. അത് പറിച്ചിട്ട് തന്നെ കാര്യം എന്ന് വെച്ചാൽ നമ്മളത് പറിക്കാൻ തുടങ്ങി. ഈ സമയത്തൊന്നും സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഫോണൊക്കെ നല്ല പതക്കുന്നുണ്ട് കിടന്നിട്ട്. പുറത്തിറങ്ങുമ്പോൾ മനസ്സിൽ ഒരേ ഒരു കാര്യമുള്ളൂ, ഈ ചൂടുകാലം എങ്ങനെങ്കിലും അവസാനിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ട് മാത്രമായില്ല, ഇനിയിപ്പോ തണുപ്പ് കാലം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും നേരെ തിരിച്ച് തണുപ്പ് എങ്ങനെങ്കിലും അവസാനിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോ എന്തൊക്കെ ആയി കഴിഞ്ഞാലും ചൂടായാലും തണുപ്പായാലും നമ്മൾ ഇതൊക്കെ തരണം ചെയ്തേ പറ്റുള്ളൂ. എങ്ങനെങ്കിലും ഇതൊക്കെ കഴിഞ്ഞ് വേഗം ഒന്ന് റൂമിൽ കയറിയാൽ മതി എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ മനസ്സിൽ. അങ്ങനെ ആ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല മുട്ടയും പൊഴുങ്ങി വൈറ്റ് റൈസും വെച്ച് മുട്ടക്കറി തേങ്ങ അരച്ച് വെച്ച മുട്ടക്കറിയും വെച്ചു. ഫുഡ് ഉണ്ടാക്കൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു അരമണിക്കൂറത്തെ കേസേ ഉള്ളൂ. പക്ഷെ അത് അരമണിക്കൂറത്തെ കേസ് പറഞ്ഞാൽ വല്ലാത്തൊരു യജ്ഞം തന്നെയാണ്. ചൂടിന്റെ ഓർ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി കുറെ എക്സ്പ്രഷൻ ഇട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.